എം.ആർ. അജിത് കുമാറിന് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് തള്ളി. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് കോടതി തള്ളിയത്. വിജിലൻസ് കോടതി തള്ളിയത് ഇപ്പോൾ വന്ന വാർത്തയാണ്. എം.ആർ. അജിത് കുമാറിന് തിരിച്ചടി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളി. അഞ്ജു ജയപ്രകാശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അഞ്ജു, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, വലിയ തിരിച്ചടിയാണ് ADGP എം.ആർ. അജിത് കുമാറിന് ലഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി, അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം നടന്നിട്ടുണ്ടായിരുന്നു. കടുത്ത വാദങ്ങൾക്കൊടുവിലാണ് വിജിലൻസ് കോടതിയുടെ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഈ എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് അത് കോടതി അംഗീകരിക്കുന്നില്ല. ആ റിപ്പോർട്ട് കോടതി തള്ളിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ ഹർജിക്കാരൻ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ ഈ അഡ്വക്കേറ്റ് നാഗരാജാണ് ഈ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ അജിത് കുമാറിന്റെ വരുമാനം മുഴുവൻ കൃത്യമായി പരിശോധിക്കണം, മാത്രമല്ല വിജിലൻസിന്റെ ഒറിജിനൽ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയിൽ വിളിച്ചു വരുത്തി പരിശോധിക്കണം, കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമായിരിക്കണം ഇത് നടത്തേണ്ടത് എന്നുൾപ്പെടെയുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം നിരത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ വാദം പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയാണ്. അതായത് എം.ആർ. അജിത് കുമാറിന് എതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണം അത് കോടതി നേരിട്ട് അന്വേഷിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വാദങ്ങളിൽ ഇത് ഹർജി തള്ളണമെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം കൃത്യമായി നടത്തണമെന്നും എല്ലാ വരുമാനവും അതുപോലെ തന്നെ സ്വത്ത് വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നും ഇയാൾ വാദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അജിത് കുമാറിന്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടെന്നും ഇത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏതടിസ്ഥാനത്തിൽ അജിത് കുമാറിനെ വിശ്വസിക്കണമെന്നടക്കം കോടതി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അജിത് കുമാറിന് തിരിച്ചടിയായിരിക്കുകയാണ്. ക്ലീൻ ചിറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. ഹർഷൻ, റൈറ്റ്. ഈ ഹർജിക്കാരൻ ആരോപണങ്ങളല്ലാതെ ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല എന്നായിരുന്നു എം.ആർ. അജിത് കുമാറിന്റെ വാദം. പക്ഷേ ആ വാദത്തെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല, അല്ലേ? വിജിലൻസിന്റെ വാദം. ഹർഷൻ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോടതി പറഞ്ഞത് ഈ അജിത് കുമാറിനെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണം അത് ശരിയായ ദിശയിലല്ല. അതായത് വിജിലൻസിനെ കോടതി വിമർശിച്ചിരിക്കുകയാണ്, വിജിലൻസിന്റെ അന്വേഷണത്തെ കോടതി വിമർശിച്ചിരിക്കുകയാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നതെന്ന് വിജിലൻസിന് കോടതിയുടെ വിമർശനവും കൂടി വന്നിരിക്കുന്നു. അതുകൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. ഈ മാസം 30-ന് സാക്ഷികളുടെയും വാദികളുടെയും ഒക്കെ മൊഴി കോടതി നേരിട്ടെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിൽ വിശദമായിട്ട് തന്നെ ഈ സ്വത്ത് സമ്പാദന കേസിൽ വിശദമായിട്ടൊരു അന്വേഷണത്തിലേക്ക് കോടതി തന്നെ നേരിട്ട് കടക്കുകയാണ്. അതിൽ വിജിലൻസിന്റെ അന്വേഷണം തൃപ്തിയല്ല, വിജിലൻസ് നടത്തിയ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഹർഷൻ, തീർച്ചയായും ഈ ഘട്ടത്തിൽ ആ ആരോപണം ഓർത്തെടുക്കേണ്ടത്, സെന്റിന് ഏതാണ്ട് 70 ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി അവിടെ ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നു എന്ന ആരോപണമായിരുന്നു. അതിൻ്റെ കൂടുതൽ തെളിവുകൾ പരിശോധിക്കുന്നതിൽ നിന്ന് വിജിലൻസ് വിട്ടുനിന്നു എന്നോ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നോ ഉള്ള ഹർജിക്കാരൻ്റെ ആരോപണത്തെ ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയുള്ള കമൻറ്റുകൾ ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു, അല്ലേ? അതെ ഹർഷൻ, അതായത് ഈ കോടതിയിൽ വാദം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ വസ്തു വാങ്ങിയത്, ഒപ്പം തന്നെ വിൽപ്പന, ഇത് സംബന്ധിച്ച് രേഖകളൊക്കെ സർക്കാരിനെ അറിയിച്ചതാണ്. മാത്രമല്ല ഇതിനെ അനുമതി പത്രം തുടങ്ങിയവ എവിടെയെന്ന് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ വിജിലൻസ് ജഡ്ജി എം മനോജ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അജിത് കുമാറിന്റെ കയ്യിലുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കാതെ എങ്ങനെ കുറ്റാരോപിതനെ വിശ്വസിക്കും എന്ന് കോടതി ആ ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്തിമവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിധിയിൽ ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതി നേരിട്ടിടപെട്ട് പരിശോധിക്കും. അതിൽ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാവും. മാത്രമല്ല മുൻപ് അന്വേഷണം നടത്തിയിട്ട് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള വിജിലൻസിന്റെ നടപടിക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണമല്ല നടന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ഈ അന്വേഷണ റിപ്പോർട്ട് അതിൽ നൽകിയിരിക്കുന്ന ക്ലീൻ ചിറ്റ് അത് സർക്കാർ അംഗീകരിക്കുക കൂടി ചെയ്തിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ ഇത് സർക്കാരിന് ഒരു തിരിച്ചടിയല്ലേ? അതെ,
വിജിലൻസ്. കാരണം ഈ വാദങ്ങൾ തള്ളണമെന്ന് നേരത്തെ ഈ കോടതിയിൽ പ്രധാനമായിട്ടും ഈ വാദങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ രേഖകളൊക്കെ ഹാജരാക്കിയെന്ന് ഈ അജിത് കുമാറിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറയുകയൊക്കെ ചെയ്തെങ്കിലും ഈ വാദങ്ങളൊന്നും ഈ വാക്കാൽ പറഞ്ഞതൊന്നുമല്ല, തെളിവാണ് കോടതിക്ക് വേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള വിജിലൻസിന്റെ നടപടി, ആ സർക്കാരിന്റെ നടപടി അതിന് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി എങ്ങനെയായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്നത് കൂടി പ്രധാനമായിട്ട് വരികയാണ്. കാരണം പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വരാൻ നിൽക്കുന്ന ഘട്ടത്തിലാണ് കോടതിയിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടി ഈ വിഷയവുമായി സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് എന്നത് വേണം നോക്കിക്കാണാൻ. റൈറ്റ്, അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഡയറി ഹാജരാക്കുന്നതിന്, നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വിജിലൻസ് വിമുഖത കാണിച്ചിരുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതായത് ആ കേസ് ഡയറി അവസാനം കോടതിയിൽ ഹാജരാക്കി വിജിലൻസ്, പക്ഷേ ആദ്യഘട്ടത്തിൽ വിമുഖത കാണിച്ചിരുന്നു.